ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് മെയ് 8, 2024. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് SSLC റിസൾട്ട് വരികയാണ്. അപ്പം എൻ്റെ SSLC റിസൾട്ട് നമുക്ക് കാണാം. ഓക്കെ, അധികമൊന്നും പറയാനില്ല, പെട്ടെന്ന് തന്നെ ഇവിടെ പോകും. പേടിയൊന്നുമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. ഉമ്മച്ചിക്കാണ് പേടി. ഉമ്മച്ചിനെ കാണിച്ചാ നല്ല പേടിയില്ല, കൂളായിട്ട്. എനിക്ക് ടെൻഷൻ ഉണ്ടോ വെച്ചാൽ ചെറുതായിട്ടൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ വലിയതായിട്ട് നല്ല ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉമ്മച്ചിക്ക് നല്ല ടെൻഷനായി കേട്ടോ. എന്താ റിസൾട്ട് എന്നുള്ള ആ ഒരു ഇതുണ്ടാവില്ല, അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മളങ്ങനെ ന്യൂസ് കുറേ നേരം കേട്ടിരുന്നു കേട്ടോ. 3 മണിക്കാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് 3:30 ആയി, പിന്നെ 4 മണി വരെ ആയിട്ടോ. എല്ലാ ആൾക്കാരോടും ആലോചിക്കുന്നുണ്ടായിരുന്നു. ആലോചിച്ച് നമുക്ക് കഴിഞ്ഞാൽ ചട്ടങ്ങൾ പോകുന്നുണ്ടായിരുന്നു. പ്രഖ്യാപനം ഞാൻ നടക്കുന്നില്ല, അതുപോലെ തീരുമാനിച്ചില്ല. അതാകാൻ പറ്റില്ല. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതലൊന്നുമില്ല. 5 മിനിറ്റ് ഇതോടെ ഈ വാർത്താബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇന്ന് സംഘടിതമായി അപ്പോൾ ഗൈസ്, റിസൾട്ട് കണ്ടല്ലോ. റിസൾട്ട് അവിടെ കൊടുക്കാം കേട്ടോ. ആൻഡ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 6A+ ആ ഒരു ഇതിലാണ്. പക്ഷേ എനിക്ക് എന്താ പറയുക, 8A+ ഒക്കെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് എങ്ങനെയാണ് ഇത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കെന്നറിയില്ല. ഭയങ്കര എൻ്റെ റിയാക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി. ആരൊക്കെ വിളിച്ച് പറയേണ്ടതെന്നൊന്നും എനിക്കറിയണില്ല. പിന്നെ എന്താ പറയുക, അങ്ങനെ ലൈഫിലൊരു ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞ് കിട്ടിയ മാതിരി ഉണ്ട് 10th റിസൾട്ട് വന്നപ്പോൾ. SS-നൊക്കെ എനിക്ക് A+ പറഞ്ഞ്, ഓ മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ല. SS-നൊക്കെ A+ പറഞ്ഞപ്പോൾ ഞാൻ അന്ത് വിട്ടു. മാത്സിനൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ എന്താ എനിക്കെന്നെ അറിയില്ല, എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ല ഇനി, എന്നാലും ടെൻഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്ത്യയിലാറ് ടെൻഷൻ എൻ്റെ ഉമ്മാക്കി ഉണ്ടോ. അമ്മച്ചിക്ക് ഭയങ്കര ടെൻഷൻ. പപ്പക്ക് അങ്ങനെയൊന്നുമില്ല ഇനി, പക്ഷേ അമ്മച്ചിക്ക് ഭയങ്കര ടെൻഷൻ പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഉണ്ടോ. എനിക്കില്ലാത്ത ടെൻഷനും അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടെൻഷനൊക്കെ ആയിട്ട് മാറിക്കിട്ടി. ഇനി റിസൾട്ടിൻ്റെ ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോ ഇട്ടിരുന്നുണ്ട് കേട്ടോ. കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കണം, അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.